കൂട്ടുകാരെ, പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ലയോ ചർമ്മത്തിനകത്തുണ്ടാവുന്ന ടാൻ ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും പിമ്പിൾസ് വന്നിട്ടുള്ള പാട്, ആക്നി എന്നിവയൊക്കെ. അത് തുടച്ച് മാറ്റി സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കി സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കുന്ന ഒരു കിടിലൻ ഒരു മാജിക് പാക്കാണ് ഞാൻ പറയുന്നത്. നമുക്ക് തയ്യാറാക്കാൻ നല്ലൊരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ഫടികക്കാര പൗഡർ. ഈ ഒരു സ്ഫടികക്കാര പൗഡർ നമ്മുടെ ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ നിന്നുമൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ഫടികക്കാര പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ തുടച്ച് മാറ്റി സ്കിന്നിനെ നല്ലപോലെ ക്ലീൻ ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് ചേർത്തേക്കുന്നത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിന്നൊക്കെ തുടച്ച് മാറ്റി സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാൻ നമ്മുടെ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നുകളെ ഇല്ലാതാക്കി നല്ല ക്ലീൻ സ്കിന്ന് വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ല ക്രീം രീതിയിലായിട്ട് നമ്മളിത് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അധികം അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് നിങ്ങൾക്ക് ഫേസിലും കഴുത്തേലും കൈകൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തേച്ച് ഫേസിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. സ്കിന്നിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന വരെ വെക്കരുത് കേട്ടോ, അത് നമ്മുടെ സ്കിന്നിന് നശിച്ചു പോകും. നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കാൻ ഒരു 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ? 2 കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്തായാലും ഒന്ന് ട്രൈ